ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നോളജ് വില്ല. PSC സമഗ്ര പാഠ്യശാലയിലെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അതിൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യയൊക്കെ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ആധുനിക ഇന്ത്യയുടെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. LP UP എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക, അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ LSS ക്ലാസ്സുകളും ഇടയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യ, ഇതിലെ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ പറയാം. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1498. അപ്പോൾ നമുക്കറിയാം, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആരെയാണ്? വാസ്കോ ഡ ഗാമയാണ് അല്ലേ. ആദ്യം 1498 അവർ പോർച്ചുഗീസുകാരിൽ വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ എവിടെയാണ് അവർ വന്ന സ്ഥലം? നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും അല്ലേ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയ സ്ഥലം കാപ്പാട്, കോഴിക്കോട്. കാപ്പാട് എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞ വാസ്കോ ഡ ഗാമയെ തുടർന്ന് വാണിജ്യത്തിന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയാണ്? അദ്ദേഹത്തിന് ശേഷം ഇന്ത്യയിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. അൽമേഡ, അൽബുക്കർക്ക്. ആരൊക്കെയാണ്? അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു. ഇന്നത്തെ യൂണിയൻ ടെറിട്ടറീസായ ദാമൻ, ദിയു, അതുപോലെ ഗോവ. അപ്പോൾ ആരുടെയാണ് ഈ വാണിജ്യ കേന്ദ്രങ്ങൾ? അൽമേഡ, അൽബുക്കർക്ക് എന്നീ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ദാമൻ, ദിയു, ഗോവ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നതും ഈ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ മറ്റൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശീയർ ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് ഉത്തരം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പപ്പായ, പുകയില, പേരയ്ക്ക, കശുവണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്വന്തമായിട്ടുണ്ടായതല്ല, ഇതൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന പഴങ്ങളാണ്. ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പപ്പായ, പുകയില, പേരയ്ക്ക, കശുവണ്ടി. ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ മറ്റു സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അച്ചടി യന്ത്രം, ചവിട്ടുനാടകം. ഇവയൊക്കെ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. എന്തൊക്കെയാണ്? അച്ചടി യന്ത്രം, ചവിട്ടുനാടകം. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാറാണ്. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർ ആർക്കെതിരെയാണ് പൊരുതിയത്? പോർച്ചുഗീസുകാർക്കെതിരെ അല്ലേ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മരയ്ക്കാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർ. അത്രയും പോയിൻറ്റ്സുകൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് മാത്രമാണ് ഇതിൽ പറയുന്നത്. ആവർത്തിച്ച് 2 പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള ഈ പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ഡച്ചുകാരാണ് പറയുന്നത്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം എന്നിവയാണ്. ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയ ഡച്ചുകാരൻ ആരാണ്? വാൻ റീഡ് എന്ന് പറഞ്ഞാൽ ഡച്ചുകാരനായ ഗവർണറായിരുന്നു വാൻ റീഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ആരുടെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത്? ഇട്ടി അച്യുതൻ വൈദ്യൻ എന്നവരുടെ സഹായത്തോടെയാണ്. അവരുടെ സഹായത്തോടെയാണ് നമ്മുടെ വാൻ റീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം രചിച്ചത്.
ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പോയിന്റ് ചെയ്യുക. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം. ആർക്കെതിരെയാണ് ഈ കുളച്ചൽ യുദ്ധം നടന്നത്? ഡച്ചുകാർക്കെതിരെ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേര് പറങ്കികളാണ് അല്ലേ. അപ്പോൾ ഡച്ചുകാരുടെ മറ്റൊരു പേരെന്താണ്? ലന്തക്കാർ എന്നാണ്. ലന്തക്കാർ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം, എന്താണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലമാണ്. അതുപോലെ അൽമേഡ, ആൽബുക്കർക്ക് എന്ന പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളോ ഗോവ, ദാമൻ, ദിയു ആണ്. പിന്നെ ഹോത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയ ഡച്ചുകാരൻ ആരാണ്? വാൻ റീഡാണ്. ആരുടെ സഹായത്തോടെയാണ് ആ പുസ്തകം എഴുതിയത്? ഇട്ടി അച്യുതൻ വൈദ്യർ എന്നവരുടെ സഹായത്തോടെയാണ്. ഈ വാൻ റീഡ് എന്ന് പറയുന്നത് ഡച്ച് ഗവർണറാണ്. പിന്നെ ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും അത്രയേ മെയിൻ പോയിന്റ്സ് ഉള്ളൂ. അടുത്തത് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏതാണ്? ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള ആദ്യത്തെ പോയിന്റ്സ് പറയാൻ എന്താണ്? ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600 1600 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. സൂററ്റ് എവിടെയാണെന്ന് അറിയാമല്ലോ, ഗുജറാത്തിലാണല്ലേ. ഗുജറാത്തിൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂററ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1664. പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമോ? പോണ്ടിച്ചേരി. ഇന്നത്തെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഭാഗമായ പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ചുകാരുടെ ഇന്നത്തെ പ്രധാന ആസ്ഥാനം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ്. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരോട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം നേടിയ ആദ്യ പ്രദേശം ഏതാണ്? ബംഗാൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം നേടിയ ആദ്യ പ്രദേശം ബംഗാൾ. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757 ആണ്. 1757 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. തൊട്ട് 100 വർഷങ്ങൾ കൂടുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. 1757. ആ 100 വർഷം പിന്നോട്ട് വന്നാലാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം കിട്ടുക, ഓർക്കുക. അപ്പോൾ 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ. ആരൊക്കെ തമ്മിലായിരുന്നു? അന്നത്തെ നവാബായ സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757. ഇനി സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നു? മിർ ജാഫർ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സൈന്യാധിപൻ്റെ മിർ ജാഫർ. സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ മിർ ജാഫർ. ബക്സാർ യുദ്ധം നടന്ന വർഷം. അടുത്തത് ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഷാ ആലം സെക്കൻഡ് മുഗൾ ചക്രവർത്തിയാണ്. ഷാ ആലം സെക്കൻഡ്. ഷുജാ ഉദ് ദൗള ഔധിലെ നവാബാണ് ഷുജാ ഉദ് ദൗള. മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു മിർ കാസിം. അപ്പോൾ ആരൊക്കെയാണ് ഒന്നുകൂടി പറയാം. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്തവർ: ഷാ ആലം സെക്കൻഡ് മുഗൾ ചക്രവർത്തി, ഷുജാ ഉദ് ദൗള ഔധിലെ നവാബ്, മിർ കാസിം മുൻ ബംഗാൾ നവാബ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യം ഏതായിരുന്നു? മൈസൂർ ആയിരുന്നു. മൈസൂർ. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. മൈസൂർ ഭരിച്ച ശക്തരായ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും.
ആരൊക്കെയായിരുന്നു? ഹൈദർ അലി, അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ എന്നിവരായിരുന്നു മൈസൂർ ഭരിച്ച വളരെ ശക്തരായ രാജാക്കന്മാർ. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം ഏതാണ്? 4-ാം മൈസൂർ യുദ്ധമാണ് കേട്ടോ. 4-ാം മൈസൂർ യുദ്ധം. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മൈസൂർ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പിന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. പിന്നെ സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ മിർ ജാഫർ. പ്ലാസി യുദ്ധം നടന്നത് സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ. അതുപോലെ മൈസൂർ ഭരിച്ച ശക്തരായ ഭരണാധികാരികൾ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമോ 4-ാം മൈസൂർ യുദ്ധം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ലഭിച്ച ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അപ്പോൾ അന്നത്തെ 2 വ്യവസ്ഥകൾ പറയാം. ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന 2 വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ അത് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലിയാണ്. വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. അതുപോലെ ദത്തവകാശ നിരോധന നിയമം ഡൽഹൗസി, ലോർഡ് ഡൽഹൗസി. അതായത് ദത്താവകാശ നിരോധന നിയമം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൗസി പ്രഭു ആണ്. രണ്ടും ഓർത്തു വെക്കുക. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, സത്താറ, ഝാൻസി. ഒന്നുകൂടി പറയാം. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ, അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന നിയമത്തിലൂടെ അന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, സത്താറ ആൻഡ് ഝാൻസി. അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 1-ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാസി യുദ്ധം 1757 നമ്മുടെ 1-ാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. 100 വർഷം കഴിയുമ്പോഴാണ് പ്ലാസി യുദ്ധം നടന്ന് 100 വർഷം കഴിയുമ്പോഴാണ് 1-ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അത് ഏത് മാസമാണ്? മെയ് 10 കേട്ടോ. അപ്പം നമുക്ക് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം. 1857 ജൂലൈ 10, 1857 മെയ് 10, 1857 ജൂൺ 10 എന്നൊക്കെ. അപ്പം നമ്മളെ കറക്റ്റ് ആൻസർ ഏതാണ്? 1857 മെയ് 10 1-ാം സ്വാതന്ത്ര്യ സമരം പുറപ്പെട്ടത്. അപ്പോൾ ഇത് പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന ഒരു റിവോൾട്ടാണ് 1857 റിവോൾട്ട്, 1-ാം സ്വാതന്ത്ര്യ സമരം. അതുപോലെ ബ്രിട്ടീഷുകാർ പരിഹസിച്ച് വിളിച്ച പേരുകളുണ്ട്, ശിപ്പായി ലഹള. അപ്പോൾ പല പേരുകളിലും ഈ റിവോൾട്ട് 1857 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പീക്ക് പോയിൻ്റാണ് ആ റിവോൾട്ട്. അത് ഓർക്കുക. ആ ഇയർ, ആ മന്ത്, ഡേ ഒക്കെ നന്നായി ഓർത്തു വയ്ക്കുക. 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ് കേട്ടോ. മീററ്റ്. 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെ എന്നവരാണ്. അപ്പം 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. വർഷം 1857 മാസം മെയ് 10. ഇനി 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി കലാപ സ്ഥലങ്ങളിലുണ്ടായ വിവിധ നേതാക്കന്മാരും ആരൊക്കെയാണെന്ന് നോക്കാം. 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ കലാപ സ്ഥലങ്ങൾ ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ നമുക്കറിയാം ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയതൊക്കെ അല്ലേ, റങ്കൂണിലേക്ക് നാട് കടത്തിയിട്ടാണ് 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ. ഡൽഹി. അപ്പോൾ ആരാണ് നേതാക്കന്മാർ? ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായി. നമ്മൾ ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ
നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂർ എന്ന സ്ഥലത്ത് ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. അതേപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അതുപോലെ ബീഹാറിൽ കൺവർ സിംഗ്. ഒന്നുകൂടി പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങൾ, അതായത് അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ നേതാക്കന്മാരും: ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. മംഗൾ പാണ്ഡെ ജോലി ചെയ്തിരുന്ന സ്ഥലം ഏതാണ്? ബാരക്പൂറാണ്. ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ബംഗാളിലാണ് അല്ലേ? ബംഗാളിലെ ബാരക്പൂർ എന്ന സ്ഥലത്താണ് മംഗൾ പാണ്ഡെ ജോലി ചെയ്തിരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം. ആരാണ്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. കലാപത്തിന് ഇറങ്ങിയ സൈനികർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമന്, അതായത് ബഹദൂർ ഷാ സഫർ എന്നുകൂടി അറിയപ്പെടുന്നു അദ്ദേഹം. ബഹദൂർ ഷാ രണ്ടാമൻ. ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടേക്കാണ്? റങ്കൂണിലേക്ക്. വിപ്ലവത്തിൻ്റെ പ്രധാന സ്ഥലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ് ഫലം. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, ഓരോ റിവോൾട്ടിൻ്റെ റിസൾട്ട് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇതോടുകൂടി അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം ഏതാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണം. പിന്നെ ആരാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചത് പിന്നീട്? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യം ഭരിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഇനി ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങൾ എന്താണ്? ഭൂനികുതി വ്യവസ്ഥയും അവ നടപ്പിലാക്കിയ പ്രദേശങ്ങളും നോക്കാം. അപ്പം അന്ന് അവർ കുറേ വ്യവസ്ഥകൾ കൊണ്ടുവന്നിരുന്നു. നമ്മൾ നേരത്തെ 2 വ്യവസ്ഥകൾ പറഞ്ഞു. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതും ദത്തവകാശ നിരോധന നിയമം ആരാണ്? ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്നതും. അതുപോലെ വിവിധ ഭൂനികുതി വ്യവസ്ഥകളും അവർ കൊണ്ടുവന്നിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതായത് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. രണ്ടാമത്തത് റേറ്റ് വാരി വ്യവസ്ഥ. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റേറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അതുപോലെ മഹൽവാരി വ്യവസ്ഥ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലൊക്കെ മഹൽവാരി വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ബംഗാളിലും ബീഹാറിലും ഒറീസയിലൊക്കെ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയായിരുന്നു നടപ്പിലാക്കിയത്. അപ്പോൾ അതിലൂടെ ഭയങ്കരമായി ഇന്ത്യക്കാരുടെ പാവപ്പെട്ട കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലൂടെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കൃഷി ഭൂമിയിൽ എന്തായാലും അവർക്ക് എത്ര നഷ്ടം തന്നെ ഉണ്ടായാലും അതിനേക്കാളും കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതായിരുന്നു അന്നത്തെ കർഷകരുടെ ഒരു ജീവിതം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. അതായത് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായം എന്താണ്? റേറ്റ് വാരി സമ്പ്രദായമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ റേറ്റ് വാരി എന്ന് പറയുന്നത്. ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി എങ്കിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് റേറ്റ് വാരി. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? നഗോഡകൾ എന്നാണ്. നഗോഡകൾ എന്നറിയപ്പെട്ടിരുന്നത് ഏത് കർഷകരാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ. ഇനി വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവ കൃഷി ചെയ്ത പ്രദേശങ്ങൾ.
നീലം കൃഷി ചെയ്തിരുന്നത് എവിടെയൊക്കെയാണ്? ബംഗാളിലും ബീഹാറിലുമാണ് നീലം കൃഷി ചെയ്തിരുന്നത്. അതുപോലെ പരുത്തി കൃഷിയോ? മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പശ്ചിമ ബംഗാൾ. അതുപോലെ മാപ്പിള കലാപങ്ങൾക്ക് സമാനമായി ബംഗാളിലെ കലാപങ്ങൾ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്. എന്താണത്? ഫറാസി കലാപങ്ങൾ എന്നാണ്. ഫറാസി കലാപങ്ങൾ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിന്റ്സ് പറയാം. റെയിൽവേയെക്കുറിച്ച്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് എപ്പോഴാണ്? 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് ആരാണ്? ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടേക്ക് വരെയാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. PSC കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണത്തെ PSCയിലെ LPയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനായിരുന്നു ഇത്. എന്താണ്? ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബോംബെ മുതൽ താനെ വരെയായിരുന്നു. കേരളത്തിൽ റെയിൽവേ ആരംഭിച്ചത് 1861. എവിടെ നിന്ന് എവിടേക്കാണ്? തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. തിരൂർ മുതൽ ബേപ്പൂർ വരെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് ബോംബെ മുതൽ താനെ വരെയാണെങ്കിൽ കേരളത്തിൽ ആദ്യ റെയിൽവേ സർവീസ് നടത്തിയതോ 1861 തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷമോ 1853 ഏപ്രിൽ 16. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗക്കാരൊക്കെയാണെന്ന് നോക്കാം. ഭീലുകൾ മറാത്ത വംശജരാണ്. ഭീലുകൾ. അതുപോലെ കോലികൾ അഹമ്മദ് നഗർ. കോളുകൾ ഛോട്ടാ നാഗ്പൂർ. സാന്താൾ രാജ്മഹൽ കുന്നുകൾ. കുറിച്യർ വയനാട്. അപ്പോൾ പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗക്കാരുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആരൊക്കെയാണ്? ഭീലുകൾ മറാത്തക്കാർ. കോലികൾ അഹമ്മദ് നഗർ. കോളുകൾ ഛോട്ടാ നാഗ്പൂർ. സാന്താൾ രാജ്മഹൽ കുന്നുകൾ. കുറിച്യർ വയനാട്. കുറിച്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വയനാട് ജില്ലയിലെ കുറിച്യർ കലാപമൊക്കെ പഴശ്ശി രാജയുടെ സമയത്തുണ്ടായ കുറിച്യർ കലാപമൊക്കെ നമ്മൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും. ബാക്കി ഗോത്രങ്ങളെയൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് സാന്താൾ കലാപത്തെക്കുറിച്ചാണ്. സാന്താൾ കലാപം നടന്ന വർഷം 1855. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ എന്താണ് സാന്താൾ കലാപം? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ പാവപ്പെട്ട ഗോത്രജനത നടത്തിയ ഒരു കലാപമാണ് സാന്താൾ കലാപം. നടന്ന വർഷമോ 1855. സാന്താൾ കലാപം 1855. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരാണ്? സിദ്ധു കാൻഹു. അവരുടെ പേരുകൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സിദ്ധു കാൻഹു എന്നിവരാണ് സാന്താൾ കലാപം നടത്തിയവർ. സാന്താൾമാർ താമസിച്ചിരുന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. അപ്പോൾ സാന്താൾമാർ താമസിച്ചിരുന്ന പ്രദേശം രാജ്മഹൽ കുന്നുകൾ. പ്രധാനപ്പെട്ട നേതാക്കന്മാർ സിദ്ധു കാൻഹു. അതുപോലെ നടന്ന വർഷം 1855. എന്തിനാണ്? ആർക്കെതിരെയാണ്? കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ആരാണ്? സാന്താൾ ഗോത്രങ്ങൾ അല്ലേ? അപ്പോൾ അവരുടെ സ്ഥലം ഏതാണ്? രാജ്മഹൽ കുന്നുകൾ. അവർ വസിച്ചിരുന്നത് രാജ്മഹൽ കുന്നുകൾ. നീലം കർഷക കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1859. 1859 നടന്ന കലാപമാണ് നീലം കർഷക കലാപം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഒന്നുകൂടി അടിവരയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് എങ്ങനെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്? നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അവരാ ഒരു പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ച അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് +2 ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയത് ആവർത്തിച്ച് പറഞ്ഞു തന്നിരുന്ന അധ്യാപകർ നമുക്കുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റവും അതുപോലെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രഭു, പിന്നെ മറ്റേ ലോർഡ് കോൺവാലിസിനെ കുറിച്ച്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ പ്ലാസി യുദ്ധം നടന്ന വർഷവും ശ്രീരംഗപട്ടണം ഉടമ്പടി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്.
ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക, പോയിൻ്റ് ഔട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരളത്തിലെ കലാപങ്ങളുമായിട്ട് ക്ലാസ് തുടരാം. അതുവരേക്കും ഇത്രയും കാര്യങ്ങൾ ഓർത്ത് പഠിച്ച് വെക്കുക. ഓക്കെ, ബൈ.